അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ ഡോക്ടർ MK റാമിന്റെ അറസ്റ്റിൽ ക്രൈംബ്രാഞ്ചിന് സംഭവിച്ചത് സർവത്ര വീഴ്ച, അടിമുടി വീഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. അറസ്റ്റിന്റെ കാരണം വ്യക്തമാക്കി കോടതിയിൽ നൽകേണ്ട ഗ്രൗണ്ട് ടു അറസ്റ്റ് രേഖയിൽ മുഴുവൻ അവ്യക്തത. കേസിൽ ഡോക്ടർ റാമിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞതേയില്ല. കോടതി അറസ്റ്റ് റദ്ദാക്കി വിട്ടയച്ച റാമിനെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുകയും വിട്ടു നൽകുകയുമായിരുന്നു. അർജുൻ കല്യാണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാൺ, ഗുഡ് മോർണിംഗ് അർജുൻ കല്യാൺ. ക്രൈംബ്രാഞ്ച് എന്താ കളിക്കുക? എന്താ സംഭവിച്ചത് അർജുൻ? അരുൺ, തീർച്ചയായിട്ടും അത്തരത്തിലൊരു കുട്ടിക്കളി മാറാത്ത രീതിയിലുള്ള ഇടപെടലുകളാണ് പോലീസിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് എന്നാണ് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ തോന്നിപ്പോകുന്നത്. സർവത്ര വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാസ്ഥ, അലംഭാവം, ഇതിനകത്ത് ഒരു നാണക്കേട് ഒക്കെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോടതിയിൽ റാമിനെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുമ്പോൾ സ്വാഭാവികമായും ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഡോക്ടർ റാമിനും അതുപോലെ തന്നെ കോടതിയിലും നൽകേണ്ടിയിരുന്ന ഒരു അറസ്റ്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു രേഖയുണ്ട്. ആ രേഖയിൽ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കോടതിയെയും ഈ പറയുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഡോക്ടർ റാമിനെയും ബോധിപ്പിക്കാൻ വേണ്ടി പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിനകത്ത് ഒരു വ്യക്തതയുമില്ല എന്നുള്ളതാണ്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇന്നലെ ഡോക്ടർ റാമിന് ജാമ്യം കിട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് കോടതി എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആ കാരണം അല്ലെങ്കിൽ ആ ഒരു മറക്കുന്നതിന് വേണ്ടി ഇന്നലെ കോടതി വിട്ടയച്ച പ്രതിയെ കോടതി വളപ്പിൽ നിന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം പോലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അവസാനം ഇത് നിയമവിരുദ്ധമാണ്, കോടതി അലക്ഷ്യമായി മാറും എന്നുള്ള ഒരു ധാരണയുടെ അല്ലെങ്കിൽ അത്തരം ഒരു തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിൽ പിന്നീട് ഈ ഡോക്ടർ റാമിനെ ബന്ധുക്കളോടൊപ്പം തന്നെ ഇന്നലെ രാത്രിയിൽ തന്നെ വിട്ടയക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് സർവത്ര വീഴ്ച തന്നെയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ആദ്യഘട്ടം മുതൽ, ഈ കേസിന്റെ തുടക്കം മുതൽ, അതായത് 100 ദിവസങ്ങൾക്ക് മുൻപ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം ചില പരാതികൾ ഉന്നയിക്കുന്നു, ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘം ഉൾപ്പെടെ രൂപീകരിച്ച ഘട്ടത്തിൽ തന്നെ കുടുംബം വലിയ രീതിയിലുള്ള ആശങ്കകൾ പങ്കുവച്ചിരുന്നു. കാരണം എന്തിനു വേണ്ടിയാണ് ഇതിങ്ങനെ വൈകിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഇത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമൊക്കെയും ഡോക്ടർ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നു, അത് പിന്നീട് തള്ളിക്കളയുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ പോലീസ് അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്കോ ഒന്നും പോയിരുന്നില്ല. ഏറ്റവും അവസാനം സുപ്രീം കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിന് പിന്നാലെയാണ് ഈ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പോലീസ് തയ്യാറായത്. ആ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന പ്രതിക്ക് പുറത്തേക്ക് വരാൻ അല്ലെങ്കിൽ കോടതിയിൽ നിന്നും വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് വരാനുള്ള കാര്യങ്ങൾ പോലീസ് തന്നെ, ക്രൈംബ്രാഞ്ച് തന്നെ ചെയ്ത് നൽകി എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് സംഭവിച്ചിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള പിഴവാണ്, അനാസ്ഥയാണ്, തികഞ്ഞ അലംഭാവമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഡോക്ടർ, താങ്ക് യു. അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇനിയും അങ്ങോട്ട് വ്യക്തമാവുന്നില്ല കേട്ടോ. ചില സൂചനകളൊക്കെ ഉണ്ട്. ഈ ഡോക്ടർ റാം ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു. അതിനുള്ള കാരണമായിട്ട് അവർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. അതൊക്കെ കോടതിയിൽ എത്തുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒരു പക്ഷേ കൂടുതൽ വ്യക്തമായി വരുമായിരിക്കും. പക്ഷേ ഡോക്ടർ റാമിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നും വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുമില്ല മൊഴികളായി. അതും അവിടെ കിടക്കുന്നു. പക്ഷേ ഈ കാര്യത്തിൽ കുറ്റകൃത്യം റാം ചെയ്തു എന്ന് തെളിയിക്കാൻ പോലീസിന്റെ കയ്യിലുള്ള തെളിവെന്താണ്? കാരണം ഈ സംഭവം നടക്കുമ്പോൾ റാം അവിടെ ഇല്ല. മാത്രമല്ല, ഈ റാം ഈ നമ്മുടെ നിധിൻ എന്ന് പറയുന്ന കുട്ടിയെ ജാതീയമായി അധിക്ഷേപിക്കുന്നു എന്ന മൊഴി ഒരാളും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അതൊരു ആത്മഹത്യാ പ്രേരണ കുറ്റമായി നിൽക്കുക എന്നുള്ളത് മുന്നിൽ നിൽക്കുന്നൊരു വിഷയമാണ്. പക്ഷേ ക്രൈംബ്രാഞ്ചിന് ഒന്ന് റാമിനെ കണ്ടെത്താൻ വൈകി, 101 ദിവസം വൈകി. 101ാമത്തെ ദിവസം കണ്ടെത്തി കോടതിയിൽ പ്രാഥമികമായി കൊടുക്കേണ്ടതാണ് ഗ്രൗണ്ട് ടു അറസ്റ്റ്. അത് കൊടുത്തില്ല. എന്തിനാണ് നിങ്ങൾ ഈ കക്ഷിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് എന്നെങ്കിലും വൃത്തിയായിട്ട് എഴുതി കൊടുക്കാൻ ഈ പോലീസുകാർക്ക് പറ്റണ്ടേ? അതും പറ്റിയില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അറസ്റ്റ് റദ്ദാക്കി എന്ന് പറഞ്ഞ കേസ് റഫർ ചെയ്യുന്ന പോലെയാണ്. അറസ്റ്റ് റദ്ദാക്കിയിട്ട് വെറുതെ വിട്ട് കോടതിയുടെ പുറത്തേക്ക് വരുന്ന സമയത്ത് കൈ പിടിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി പോകാമെന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ നമ്മൾ വാർത്തയാക്കി ഈ റാമിന്റെ ഭാര്യ അടക്കം പ്രതികരിച്ചു. ആ സമയത്ത് കോടതി അലക്ഷ്യമാകും എന്ന് അഭിഭാഷകൻ പറഞ്ഞു. ഇത് അവിടെ നിന്ന് കണ്ട ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ എന്ത് പറഞ്ഞു? നോട്ടീസ് തരാൻ വേണ്ടി വിളിച്ചതല്ലേ, നിങ്ങൾ ഇതൊക്കെ സീരിയസ് ആക്കേണ്ട കാര്യമുണ്ടോ, പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം വിളിക്കുക, വെറുതെ വിടുക, വീണ്ടും വിളിക്കുക, എന്നിട്ട് പൊക്കോളാൻ പറയുക. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് വരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്